ഞാനേ ചുമ്മാ ഒന്ന് വണ്ടിയെടുത്ത് കറങ്ങാൻ ഇറങ്ങാം. നിങ്ങൾ വരുന്നോ എൻ്റെ കൂടെ? വാന്നേ, നമുക്ക് ഒരുമിച്ചൊന്ന് പോയി വരാം. എനിക്ക് ആദ്യം തന്നെ കല്യാൺ സിൽക്സിലാണ് കേട്ടോ പോവാനുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെപ്പ നോക്കിയാലും ഇതിൻ്റെ അകത്ത് തന്നെയാണല്ലോ എന്ന്. എന്ത് ചെയ്യാനാന്നേ, എവിടെ പോയാലും അവസാനം ഞാൻ കറങ്ങി തിരിഞ്ഞ് കല്യാൺ സിൽക്സിൽ തന്നെ എത്തും. വേറെ എവിടെ നിന്നെടുത്താലും ഒരു കോസ്റ്റ്യൂംസും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവണില്ല. അതുകൊണ്ടാണ് കേട്ടോ കറങ്ങി തിരിഞ്ഞ് എവിടെ പോയാലും ഇവിടേക്ക് തന്നെ വന്ന് ചേരണത്. അതാണ് ഞാനും കല്യാൺ സിൽക്സും തമ്മിലുള്ള ബന്ധം. എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നെക്സ്റ്റ് സ്പോട്ട് ഫലൂദയായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടാണല്ലോ, തണുത്തത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് മതി ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് വിചാരിച്ചു. ഫലൂദയിൽ വന്നതുകൊണ്ട് ഫലൂദ തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇത് ഇവരുടെ സ്പെഷ്യൽ ഫലൂദയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സംഗതി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വേറെ 2 സാധനം കഴിക്കാനാ വന്നത് ആക്ച്വലി, പക്ഷേ അത് അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതും അകത്താക്കി അവിടെ നിന്ന് വണ്ടി വിട്ടു. നെക്സ്റ്റ് സ്പോട്ട് സ്ലാഷ് ബ്യൂട്ടി സലൂൺ ആണ്. ചിലരൊക്കെ പറയുന്നത് പോലെ അയ്യോ ഞാൻ പാർലറിലൊന്നും പോവാറില്ല, എനിക്ക് സൗന്ദര്യമൊന്നും കൂട്ടണ്ട, ഞാൻ മേക്കപ്പും ചെയ്യില്ല, പാർലറിലും പോവില്ല, അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല കേട്ടോ. ഞാൻ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടല്ല പാർലറിൽ വരുന്നത്. പിന്നെ എന്തിനാന്ന് നിങ്ങൾ ചോദിച്ചാലേ, നമ്മുടെ ഫേസിലുള്ള സ്കിന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു നിന്നുള്ള പൊല്യൂട്ടൻസും ഡേർട്ടും പിന്നെ ഓയിലും പിന്നെ ഡെഡ് സ്കിൻസും ഒക്കെ അടിഞ്ഞുകൂടി വളരെ മോശമാവാൻ സാധ്യതയുള്ളത്. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫേസ് വാഷ് കൊണ്ടൊന്നും ക്ലീൻ ആവാൻ പോണില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക, നല്ല മസാജ് കൊടുക്കുക. നല്ല മസാജ് ഒക്കെ കഴിഞ്ഞ് സ്റ്റീമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോഴ്സ് എല്ലാം അങ്ങ് ഓപ്പൺ ആവട്ടോ. അപ്പൊ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും, ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതൊന്നും കൂടാതെ ബ്ലഡ് സർക്കുലേഷനും കൂടും, കൊളാജൻ പ്രൊഡക്ഷനും കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടോണും ടെക്സ്ചറും ഒക്കെ ഒന്ന് മാറി മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിന് ഒരു പുതുജീവൻ കിട്ടിയതുപോലെ ഉണ്ടാവും. അതുകൊണ്ടേ ഇടയ്ക്കൊക്കെ ഇതുപോലെ പാർലറിലും പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെയും ഒക്കെ ഒന്ന് പോയി കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.